ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നീനൂസ് പാചകശാല. എല്ലാവർക്കും സുഖമാണെന്ന് സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന, അതായത് 10 മിനിറ്റ് പോലും തികച്ച് വേണ്ട ഉണ്ടാക്കാനായിട്ട് ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ രണ്ട് കഷ്ണം ശർക്കര, അതായത് കുറച്ചും കൂടെ ഒരു കളറുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നെയ്യപ്പത്തിന് നല്ല ഒരു പെർഫെക്റ്റ് കളർ കിട്ടും. അതിലോട്ട് 2 കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ബൗളെടുത്ത് വെച്ചു. അതിലോട്ട് 1 കപ്പ് അരിപ്പൊടി, നല്ല പച്ച അരിപ്പൊടിയാണ് നല്ലത്, വറുത്തത് എടുക്കാതിരിക്കുകയും ഏറ്റവും ബെസ്റ്റ്. അതിലോട്ട് 1/2 കപ്പ് മൈദ, അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് മൈദ എന്ന റേഷ്യോയിൽ എടുക്കുക. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചുല്ലോ, വെള്ളം കൂടുമല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ, അതിലേക്ക് പെർഫെക്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി ഇതിലോട്ട് 2 ഗ്ലാസ് ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ചിട്ട് ശർക്കര ഇട്ടിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടില്ലേ, ആ പാനി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും ഒരു മീഡിയം ചൂടിൽ നമ്മൾ മിക്സ് ചെയ്യുക. ആ ചൂടോടുക്കനെ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. എന്നാലാണ് നമ്മൾ നെയ്യപ്പം പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പല്ലിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ കുഞ്ഞു ഇതായിട്ട് കിടക്കില്ലേ, ആര് പോലെ, അത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളത് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് അടിക്കാം കേട്ടോ. ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കലക്കി കൊടുത്തിട്ടുള്ളൂ. അരിപ്പൊടിയല്ലേ, കട്ടയൊന്നുമില്ലാതെ അരിച്ചെടുക്കുക. ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് റവയാണ്. 2 ടീസ്പൂൺ റോസ്റ്റഡ് റവ, നോർമൽ റവ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് റോസ്റ്റഡ് റവയാണ്. പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ നല്ല ജീരകം ഇല്ലേ, വെള്ളം തിളപ്പിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്, അത് നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ചെറിയ ജീരകം. പിന്നെ 1 ടീസ്പൂണ് കറുത്ത എള്ള്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്നും ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും മിക്സിയിലിട്ട് കറക്കരുത് കേട്ടോ, അതൊക്കെ ഒരു ജാതി ടേസ്റ്റായി മാറും. ഇനിയിപ്പോൾ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ എപ്പോഴാണോ ചെയ്യുന്നത് ആ സ്പോട്ടിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് വെച്ചിട്ടിരുന്നോട്ടെ. ഇനി 5 മിനിറ്റ് അല്ല, കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആവും നെയ്യപ്പത്തിന്. ഇപ്പം ഞാനത് ഒരു അരമണിക്കൂറോളം ഞാൻ ഇത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയൊന്നും വേണ്ട, പക്ഷേ വേറെ കുറച്ച് പണികളായാലും ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചൊന്ന് മാത്രം. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെക്കുക. കുഴിയുള്ള ചീനച്ചട്ടി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാലാണ് നെയ്യപ്പായാലും പിന്നെ നമ്മുടെ മുട്ടപ്പത്തിരി ആയാലും ഒക്കെ പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഓയിൽ ഒഴിച്ചിട്ട്, നിങ്ങൾ ഏത് ഓയിലാണോ, കോക്കനട്ട് ഓയിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് റിഫൈൻഡ് ഓയിലാണ്. അതിലോട്ട് ഒഴിക്കുക. നമ്മൾ സാധാരണ ഓയിലില്ലേ അത്, അതിലോട്ട് ഇതേപോലൊരു കയ്യിൽ, ചെറുതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചെറിയ തീയിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നെയ്യപ്പം ചുട്ടെടുക്കാൻ പാടുള്ളൂ. കാരണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി പൊങ്ങി വന്നിട്ടും അപ്പാടെ മറിച്ചിടരുത്, കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി നെയ്യപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാം. ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല നെയ്യപ്പം കിട്ടും. ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചൂടുള്ള ശർക്കരപ്പാനി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചെറിയ ചൂടിട്ട് മീഡിയം, തീരെ തണുത്ത ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ മാക്സിമം കുറച്ച് ടൈം വെക്കാൻ നോക്കുക. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്, നന്നായി പൊങ്ങി വരികയൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും നമുക്ക് ടൈം ഉണ്ടിച്ചാൽ കുറച്ച് നേരം വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങളതിൽ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി നെയ്യപ്പം നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളതിൽ ബേക്കിംഗ് സോഡ ഇല്ല എന്നുണ്ടെങ്കിൽ, ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം കുറേ നേരം വെക്കരുത്. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ 5 മിനിറ്റ് മുന്നേ മാത്രം ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ ബേക്കിംഗ് സോഡ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പപ്പടം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഈ മിക്സിയിലിട്ട് അരക്കില്ലേ, അപ്പോൾ അതിലോട്ട് കൂട്ടിട്ടിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ചെയ്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ രൂപത്തിലുള്ള നെയ്യപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു നോർമൽ കേരളീയന് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളിൽ ഒന്ന് തന്നെയാണ് നെയ്യപ്പം അല്ലേ. നെയ്യപ്പം ഇപ്പോഴാണ് പിള്ളേർക്ക് പരിചയമില്ലാതായത്, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. കണ്ടുപോകാൻ ഞാൻ പറഞ്ഞില്ലേ, ആ പെർഫെക്റ്റായിട്ട് ആ എഡ്ജ് വരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്.
ഒരു അരി അരച്ചില്ല വെച്ചിട്ടോ കുതിർത്തില്ല വെച്ചിട്ടോ കുറേ നേരം വെച്ചില്ല വെച്ചിട്ടോ ഒന്നും ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നേരത്തെ പറഞ്ഞ തൊട്ട് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.